എൻ്റെ കൂടെ അവിടെ അണക്കരയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു 7 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പയ്യൻ. ഇവന് 34 വയസ്സ് പ്രായമുണ്ട്. ഇവൻ്റെ ഭാര്യയുണ്ട്, ഇവനൊരു കുഞ്ഞുണ്ട്. ഇവൻ്റെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഇവന് തുടർച്ചയായിട്ട് തലവേദന, വിട്ടുമാറാത്ത തലവേദന ഭയങ്കരമായിട്ട് കൂടുക. അപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ ലീവ് എടുത്തവൻ പോകാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, നീ പോയി ഒരു ആശുപത്രി പോയി ചെക്കപ്പ് ചെയ്യാൻ പറയും. അങ്ങനെ ഇവന് കട്ടപ്പന സെൻറ്റ് ജോൺസിൽ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, തലച്ചോറിൽ എന്തോ ഒരു കംപ്ലൈൻറ്റ് കാണുന്നുണ്ടല്ലോ, ഇവനെ പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അങ്ങനെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് കേരളത്തിലെ തന്നെ വലിയൊരു പ്രമുഖനായ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ബോബി ജോസ് ആളുടെ അടുത്ത് ആളിനെ എത്തിച്ചു. അപ്പോൾ ആൾ ഉടനെ പറഞ്ഞു, സ്കാൻ ചെയ്യാൻ പറഞ്ഞു. MRI സ്കാൻ ചെയ്തപ്പോൾ തലച്ചോറിൽ ഗൗരവമേറിയ എന്തോ കംപ്ലൈൻറ്റ് കണ്ടു. ഉടനെ ആൾ വീണ്ടും ഒരു 5 ഗ്രാം ബ്രെയിൻ angiograph, തലച്ചോറിന് കൊടുക്കുന്ന 5 angiograph ചെയ്തപ്പോൾ കാണുന്നത് തലയ്ക്കകത്തൊരു ട്യൂമറും അതോട് ചേർന്ന് ഫെസ്റ്റുല എന്ന് പറയുന്ന രോഗം കൂടി ഒരുമിച്ചാണ്. അതായത് തലച്ചോറിലേക്ക് പോകുന്ന മെയിൻ ആർട്ടറിയിലൂടെ പോകുന്ന ബ്ലഡ് തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്യുകയാണ്. അവിടെ ചെന്നിട്ട് അത് ഒഴുകുന്നില്ല, അത് പൊട്ടി ഇങ്ങനെ ഒലിക്കുകയാണ്. അത് പൊട്ടിയിട്ട് ശരി, അത് ഒരു പ്രത്യേക സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ പ്രശ്നം. അതോടുകൂടി ട്യൂമറും കൂടെ, രണ്ടും കൂടെ. അപ്പോഴത്തേക്ക് ഇവൻ്റെ ഈ ഓർമ്മശക്തിയെല്ലാം അങ്ങ് മാറി, ആൾ പിച്ചും പേയും പറയുന്ന പോലത്തെ അവസ്ഥയെത്തി. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്, എത്രയും പെട്ടെന്ന് ഇവനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവൻ ബ്രെയിൻ ഓപ്പറേഷൻ, അത് 6 മണിക്കൂർ 8 മണിക്കൂർ വരുന്നൊരു ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ്റെ സമയത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഗ്ലൂ, ഒരു അമേരിക്കൻ പ്രോഡക്റ്റ്. അപ്പോൾ അതിങ്ങനെ ഞരമ്പ് കട്ട് ചെയ്തിട്ട് ഞരമ്പിനകത്തോട്ട് കയറ്റിവിട്ടിട്ട് തലച്ചോറിൽ ഈ പ്രോബ്ലം ഉള്ളിടത്ത് കൊണ്ടുവയ്ക്കും. അത് ഫിക്സ് ചെയ്ത് ശരിയാക്കണം, മുഴുവൻ പ്രോബ്ലം തീർക്കണം. വളരെ ഡേഞ്ചറസ്, വെരി ഡേഞ്ചറസ്. അപ്പം ഡോക്ടർ പറഞ്ഞു എമർജൻസി ഓപ്പറേഷൻ ചെയ്യണം, അല്ലാണ്ട് നടക്കില്ല. അപ്പോൾ അതുകൂടാതെ ഒരു 6 സെൻറ്റിമീറ്റർ നീളത്തിൽ തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. വളരെ സീരിയസ്. അപ്പോഴത്തേക്കും ഉടനെ ഓപ്പറേഷൻ, സഡൻ ഓപ്പറേഷൻ, ബ്രെയിൻ ഓപ്പറേഷനാണ്, തലച്ചോറ് ഓപ്പറേഷൻ. അപ്പോൾ ഞാൻ ഇത് കേട്ടപാടെ ഞാൻ ഷോക്കായിപ്പോയി. കാരണം എൻ്റെ കൂടെ കഴിഞ്ഞ 7 വർഷമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന നല്ലൊരു പയ്യനാണ്. അപ്പം ഞാനിങ്ങനെ കുർബാനയുടെ മുമ്പിൽ പോയിട്ട്, ഈശോയെ ഏറ്റെടുക്കണേ, കരുണയായിരിക്കണേ എന്ന് അവന് കരയാൻ തുടങ്ങി. വേറെ വഴിയൊന്നുമില്ല, കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ പോയി അവൻ്റെ വീട്ടിൽ പോയി ഒരു ബന്ധന പ്രാർത്ഥന നടത്താൻ പറഞ്ഞു, ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല, ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ അവർ വീട്ടിലോട്ട് ഇവനെ കൊണ്ടുവന്നായിരുന്നു. ഓപ്പറേഷൻ്റെ, കാരണം ഇതിൻ്റെ പ്രോഡക്റ്റ് അമേരിക്കയിൽ നിന്ന് വരണം, ഈ പറയുന്ന ഈ മരുന്ന്, ഈ സംഭവം കിട്ടണം. അപ്പോൾ അതുവരെ ഇവനെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുക പെട്ടെന്ന്. അപ്പോൾ ഈ സമയം നോക്കിയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. അപ്പോൾ ഞാൻ ഉടനെ വൈകുന്നേരം ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് ഇവൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഈശോയോട് ഞാൻ ചോദിച്ചു, ഈശോയെ നീ ബന്ധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്താ ബന്ധിക്കേണ്ടത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, ഹൗ ടു ബൈൻഡ്, വാട്ട് ഇസ് ദ പ്രോബ്ലം, ഐ ഡോണ്ട് നോ. അവൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായ ഒരു പ്രേരണ തന്നു. അതിന് ഞാൻ പ്രാർത്ഥിക്കാം. പെട്ടെന്ന് ഈശോ കുറേ സ്പിരിറ്റുകളുടെ പേര് വരും. ആ ദേശത്ത് പ്രവർത്തിക്കുന്ന ചില പൈശാചിക അരൂപികൾ, അതിലൊന്ന് ഈ വ്യഭിചാരം, അതുപോലെ മന്ത്രവാദം, അതുപോലെ ഇങ്ങനെ മദ്യപാനം, ഇങ്ങനെയുള്ള സ്പിരിറ്റ് ആത്മാക്കൾ. നമുക്ക് നമ്മുടെ തലച്ചോറ് കയറ സാധനമല്ല ഇത്, പക്ഷേ ആത്മാവ് ഇങ്ങനെ. അപ്പോൾ ഇത് പോയിട്ട് നീ ആ വീട്ടിൽ ചെന്നിട്ട് ഈ മേഖലകളെല്ലാം വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ദേശത്തുള്ള ഇവരുടെ വീടിന് ചുറ്റുമുള്ള മേഖല. അങ്ങനെയാണ് ഇവൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വന്നപ്പോഴേക്കും ഈശോ ഇങ്ങനെ കാര്യം പറഞ്ഞല്ലോ, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഈ നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ടോ, നിങ്ങളുടെ ചുറ്റും ഉണ്ടോ? ഉണ്ടച്ചാവർ ഞങ്ങളുടെ ചുറ്റും ഇങ്ങനെയുള്ള മന്ത്രവാദം നടത്തുന്ന ആളുകളുണ്ട്, അതുപോലെ മോശമായ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്, സംഭവമുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞു. അപ്പം ഞാൻ ബന്ധിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം ഞാൻ ഇവൻ്റെ അമ്മയ്ക്കൊരു 65 വയസ്സ്, അമ്മയുടെ തലോട്ട് കൈവക്കും. അമ്മ ഇങ്ങനെ താഴോട്ട് വീഴുക, ഒരു 10-15 പ്രാവശ്യമെങ്കിലും അമ്മ താഴെ വീണാണ്. അപ്പം അമ്മയുടെ തല കഴിച്ച് അവസാനം അമ്മ ഫ്രീ ആയി. രണ്ടാമത് വീണ്ടും അപ്പനും ഉണ്ട്, 17 വയസ്സ്, 65 വയസ്സ് മുകളിൽ പ്രായമുണ്ട് മനുഷ്യർ. അവർക്ക് തലയ്ക്ക് വെച്ച് ബന്ധിക്കും, അങ്ങനെ വീഴുക. നല്ല മരം, അവരൊന്നും പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധമായ ജീവിതം നയിക്കുന്ന അപ്പനും അമ്മയും, വളരെ വിശുദ്ധർ. പക്ഷെ ഇത് അടിക്കുക.
അടുത്തത് ഇത് ശേഷം ഇവരുടെ ഇവൻ്റെ കൊച്ചുണ്ട്, ഒരു 3 വയസ്സ് പ്രായമില്ല. അതിൻ്റെ തലയ്ക്ക് വെച്ച് ഇത് ബോധം കെട്ടി വീഴുക. അപ്പോൾ ഈ തിന്മ അപ്പോൾ അതിന് വീഴും. അപ്പോൾ ഇവർ പറഞ്ഞു കൊച്ചിനിടയ്ക്കെല്ലാം അസുഖം വന്നു വരും. അപ്പോൾ ഇവരുടെ മനസ്സ കൊച്ചിന് അസുഖം, അമ്മയ്ക്ക് അസുഖം എപ്പോഴും, അപ്പന് അസുഖം എപ്പോഴും, എന്നെന്ന് അറിഞ്ഞു കൊടുച്ചില്ല. ഇവർ കൃഷിസ്ഥലമുണ്ട്, കൃഷിസ്ഥലത്ത് മുഴുവൻ തകർച്ച, ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രോബ്ലം. അപ്പോൾ ഇത് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. ഇവൻ്റെ സഹോദരിയുണ്ട്, സഹോദരി വെച്ചാൽ ഇളയ പെങ്ങൾ, അതിന് +1 +2 പഠിച്ചുകൊണ്ട് +1 പഠിച്ചുകൊണ്ട് ചോദിച്ചാൽ. അപ്പോൾ അതിൻ്റെ തല വെച്ച് ഇത് സംഭവം അവസാനമാണ് ഞാൻ ഇവൻ്റെ തലയ്ക്ക്. അപ്പോൾ ഇവനിങ്ങനെ ഒരു 10-15 പ്രാവശ്യം ഇവനും ഇതുപോലെ താഴോട്ട് വീണു. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം എല്ലാം മാറി. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ഹീൽഡ്. അപ്പം നല്ല വ്യത്യാസം. അപ്പോൾ എനിക്കിതിങ്ങനെ പ്രാർത്ഥിപ്പിക്കുമ്പോൾ കാണാം ഈ മകൻ്റെ ശരീരത്തിൽ നിന്ന് അസ്വസ്ഥതകളിങ്ങനെ വിട്ടുപോകുന്നതായിട്ട് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അപ്പം എന്നോട് എഴുന്നേറ്റപ്പം അച്ഛൻ ഞങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു മറ്റൊന്നും ചെയ്യണ്ട, ഒരു കാര്യം ചെയ്യും, ഒരു ഡോക്ടറിനെയും കൂടെ കണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടെ എടുത്തിട്ട് തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്താൽ മതി. അപ്പോൾ സംഭവിച്ചു. പക്ഷേ എവിടെയാണ് പോകേണ്ടത്? ഞാൻ പറഞ്ഞു എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പോവുക, റിപ്പോർട്ടുമായിട്ട് പോവുക, ഡോക്ടറിനെ കാണുക, അവിടുത്തെ ന്യൂറോ സർജനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ന്യൂറോ സർജനെ ഉടനെ പോയി ഇവർ കൊണ്ട് കാണിച്ചു. ഡോക്ടർ കണ്ടപാടെ പറഞ്ഞു ഇത് വൈകരുത്, ഇത് മരണം സംഭവിക്കാവുന്ന രോഗമാണ്, അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഭാഗം മുഴുവൻ തളർന്നു പോകും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ബ്രെയിൻ ഡാമേജോടുകൂടി കോമാ സ്റ്റേജിൽ കിടക്കപ്പായലായി പോവും, തളർന്നു പോവും. അത്രയും പെട്ടെന്ന് ചെയ്യണം. ഉടനെ ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എവിടെ ചെയ്യണം? അപ്പോൾ അവരാദ്യം പറഞ്ഞിടത്ത് തന്നെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലോട്ട് തന്നെ കൊണ്ടുവന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ഡൽഹി ബൈബിൾ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെന്നെ വിളിച്ചു, അച്ഛാ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു. റിപ്പോർട്ടും സംഭവങ്ങളെല്ലാം കണ്ടിട്ട് അച്ഛൻ എന്ത് ചെയ്യണം? അപ്പോഴാണ് ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലാണ്ട് വേറൊന്നും എനിക്ക് പറയാനില്ല, ചെയ്യുക. പക്ഷെ ദൈവം പ്രവർത്തി. അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് എന്നോട് എനിക്ക് കാണാമായിരുന്നു, വ്യക്തമായിട്ട് കാണാമായിരുന്നു ഈ മകനിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും ചില അന്ധകാര ശക്തികളെ കർത്താവിൻ്റെ ദൂതൻ ദൈവാത്മാവ് ബന്ധിച്ച് നിത്യനരകത്തിലേക്ക് ബഹിഷ്കരിക്കുന്നതായിട്ട് എനിക്കിത് അനുഭവമാണ്. പക്ഷെ ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല, ആർക്കും നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും പറ്റത്തില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പ്രിസ്ലോഷ് അങ്ങനെ അവനെ ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഓപ്പറേഷൻ അടുത്ത ദിവസം ഓപ്പറേഷനാണ്. ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി ഇവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അവന് ആദ്യം തന്നെ അനസ്തേഷ്യ കൊടുത്തു, ഇവനെ ഉറക്കി. അതിൻ്റെ അവർ ഓപ്പറേഷൻ പ്രൊസീഡിങ്സ്, ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ഓരോന്ന് തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ആദ്യം ഒരു ചെറിയ എവിടെയാണ് ഈ തലച്ചോറിൽ ഏത് പൊസിഷനിലാണ് കൃത്യം രോഗം ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നും കൂടി അവൻ്റെ സ്കാൻ, ഒരു പ്രത്യേകതര സ്കാനാണ്, അത് അഞ്ചോഗ്രാമും കൂടി ഒരുമിച്ച് ഇവരിങ്ങനെ ചെയ്യുക. അപ്പോൾ തലച്ചോറിങ്ങനെ ഇവർക്ക് മോണിറ്ററിൽ, കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ ഇവർക്ക് തെളിഞ്ഞു കിട്ടും, മൊത്തം കാണുക. നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവൻ്റെ തലയിലെ ട്യൂമറും കാണാനില്ല, ഫിസ്റ്റുലയും കാണാനില്ല, അങ്ങനെ സംഭവം കാണാനില്ല. ദൈവത്തിന് അസാധ്യമായി നമ്മുടെ ദൈവം സർവശക്തനാണ്. ആ ശക്തനായ ദൈവത്തിൻ്റെ പ്രവർത്തനം. അങ്ങനെ ആ കുഞ്ഞ് സുഖപ്പെട്ടു. ഉടനെ ഡോക്ടർ ഓപ്പറേഷൻ നിർത്തി. അപ്പോൾ ഓപ്പറേഷൻ അദ്ദേഹം എൻ്റെ സ്നേഹിതനും കൂടിയാണ്, ഡോക്ടർ ബോബി ജോസ്. അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി. പുള്ളി പറഞ്ഞു, അവിടെ കൂടെയുള്ള ഡോക്ടേഴ്സിനെ വിളിച്ചു, നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ഈ പ്രോഡക്റ്റ്, ഈ സാധനമെല്ലാം എൻ്റെ 4 ലക്ഷം രൂപയുടെ സംഭവമാണ്. അപ്പോൾ ഈ സംഭവം എല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് ഇവർ ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ ഇവർ പരിപാടി നിർത്തിയിട്ട് അവരോട് പറഞ്ഞു എന്ത് സംഭവം എന്ന് പറഞ്ഞു. സംഭവം തലേ കാണാനില്ല, ഒരു സംഭവമില്ല, കംപ്ലീറ്റ്ലി ഡിസപ്പിയർഡ്, മൊത്തം ഡിസപ്പിയർഡ്, അങ്ങനെ സംഭവമില്ല തലച്ചോർ. അപ്പോൾ അവർ പഴയ റിപ്പോർട്ടും എല്ലാം നോക്കി. മറ്റേ ഡോക്ടർ അവർ പറഞ്ഞു സംതിങ് മിറാക്കിൾ. അപ്പം ഡോക്ടറിന് എന്നെ നേരത്തെ അറിയാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് അവിടുന്ന് പുറത്തിറങ്ങി. അപ്പോഴത്തേക്കും ഡോക്ടർ ഇവൻ്റെ അപ്പനോട് പറഞ്ഞു, അച്ഛനോട് വിളിച്ച് പറഞ്ഞേരെ ഇവിടെ അത്ഭുതം നടന്നു കഴിഞ്ഞു. പ്രിസ്ലോ, കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തനം ഇവിടെ നടന്നു കഴിഞ്ഞു. അച്ഛനോട് വിളിച്ച് പറഞ്ഞേരെ, വേറൊന്നും ചിന്തിക്കേണ്ട, കർത്താവ് ഓപ്പറേഷൻ നിർത്തി. പ്രിസ്ലോ, ട്യൂബെല്ലാം ഊരി, എല്ലാം പിൻവലിച്ചു. എന്നിട്ട് ഇവന് അനസ്തേഷ്യ കൊടുത്തിരുന്നുകൊണ്ട് നന്നായിട്ട് കിടന്നുറങ്ങി. പ്രിസ്ലോഷ് അവനറിഞ്ഞില്ല, നന്നായിട്ടൊന്നും ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ശരിക്കും നല്ല സ്ട്രോങ് അനസ്തേഷ്യ കൊടുത്തിരുന്നു. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഡിസ്ചാർജും ചെയ്തു. ഇപ്പോൾ അവൻ ഓടി നടക്കുക. പ്രിസ്ലോഷ്, കർത്താവിനോട് ഒരു കുഴപ്പമില്ല, ഒരു സംഭവം ഒന്നുമില്ല. ഇതാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തികൾ നിങ്ങളുടെ നാളുകളിൽ ദൈവം ചെയ്യാൻ
പോകുന്നു. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തി, അത് ചെയ്യാൻ ശക്തിയുള്ളവൻ ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം. ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തി, ആരോട് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തി. 1 തെസ്സലോനിക്കർ 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അപേക്ഷിക്കുന്നത്. നിങ്ങളുടെ എന്താണ് പറഞ്ഞേ? വിശുദ്ധീകരണമാണ് ദൈവം അപേക്ഷിക്കുന്നത്. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 4:7 അശുദ്ധിയിലേക്കല്ല, അവർക്ക് പറഞ്ഞേ എന്തിലേക്കാണ്? വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈവവിളി ആരായി തീരാനോ? ഉറക്കെ പറഞ്ഞേ ആരായി തീരാനാ? വിശുദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധരാകാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചത്. വിശുദ്ധരാകാനുള്ള വിളി, വിശുദ്ധരുടെ കൂട്ടത്തിൽ വസിക്കുവാനുള്ള വിളി. അതാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 20-ാമത്തെ അധ്യായത്തിൻ്റെ 31-32 വചനങ്ങൾ. അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. 3 വർഷം രാപകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നനുസ്മരിക്കുവിൻ. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ഈ വചനം അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ ആരുടെ കൂടെ ജീവിക്കും? വിശുദ്ധരോടുകൂടെ. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മുടെ വിളി വിശുദ്ധരാകാനുള്ള വിളിയാണ്. കോൾ ടു ഹോളിനെസ്, കോൾ ടു ഹോളിനെസ്, യൂണിവേഴ്സൽ കോൾ ടു ഹോളിനെസ്. അതായത് ദൈവം ലോകത്തിലെ മുഴുവൻ ആളുകളെയും തൻ്റെ പരിശുദ്ധിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വിശുദ്ധരായിത്തീരണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ പദ്ധതിയും. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് തന്നെ റോമാലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-7 വചനമിതാ. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമായിലുള്ള നിങ്ങൾ എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധരാണ്. അതുകൊണ്ട് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം, ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരണം വിശുദ്ധിയാണ്. ഹോളിനെസ് ഇസ് വെരി മസ്റ്റാണ്. വിശുദ്ധി വേണം ഹൃദയത്തിൻ്റെ, അത് ആന്തരിക വിശുദ്ധിയാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 23:20-24 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആദ്യം അകം ശുദ്ധീകരിക്കുക, ഹൃദയം ശുദ്ധീകരിക്കുക. ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണം, ഹൃദയത്തിലുള്ള സകല മാലിന്യങ്ങളും നമ്മൾ കഴുകിക്കളയണം. ഹൃദയം മുഴുവൻ ഒരുക്കണം. നമ്മൾ ഹൃദയത്തിൽ നിന്ന് മുഴുവൻ തിന്മകളും നമ്മൾ വേരോടെ പിഴുതുകളണം. വചനത്തിൽ പറയുന്ന പോലെ, ഈശോ പറയുന്ന പോലെ, എൻ്റെ പിതാവിനാൽ അല്ലാതെ നട്ടിട്ടുള്ള എല്ലാ ചെടികളും പിഴുതെറിയപ്പെടണം. എൻ്റെ പിതാവിനാൽ അല്ലാതെ നട്ടിരിക്കുന്ന ഹൃദയത്തിലുള്ള എല്ലാ പാഴ്ചെടികളും പിഴുതെറിയപ്പെടണം. അത് പിഴുതെറിയപ്പെടുമ്പോഴാണ് നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മക്കളായിട്ട്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായിട്ട് നമ്മൾ മാറുക. വിശുദ്ധി എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. റോമാലേഖനം 12:1-2-3 വചനം. ഇപ്പം അതായത് ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായിട്ട് സമർപ്പിക്കണം. അതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഒരു വ്യക്തിക്ക് ദൈവത്തോട് ചേർന്നിരിക്കണമെങ്കിൽ ഹൃദയത്തിൽ എന്ത് വേണം? വിശുദ്ധി വേണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ
14 വരെയുള്ള വചനം പറയും, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. എന്നാൽ ഇപ്പോൾ നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്നാൽ ഇപ്പോൾ രക്ഷ നാം എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്ത് എത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രസ്തുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം ദൈവവുമായിട്ട് ഐക്യപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയ വിശുദ്ധി വേണം. വിശുദ്ധി, അതാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ 12:14 മുതലുള്ള വചനം പറയും. അതായത് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണുവാൻ ആർക്കുമാവും. എന്ന് വെച്ചാൽ ദൈവത്തോട് അടുക്കാൻ, ദൈവത്തിനോട് ചേർന്നിരിക്കാൻ, ഈശോയോട് അടുക്കാൻ, ഈശോയെ സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധിയുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ ദൈവത്തെ കാണാനും ദൈവത്തെ അനുഭവിക്കാനും പറ്റുള്ളൂ. ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധിയില്ലെങ്കിൽ നമുക്കാവില്ല. ഒരു ദൈവജനത്തിൻ്റെ വളർച്ച എന്താണെന്നറിയാവോ? വിശുദ്ധിയിലുള്ള വളർച്ചയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം നമുക്കറിയാം 40 വർഷം മരുഭൂമിയിലൂടെ പോയി. 40 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഇസ്രായേൽ ദേശത്ത്, കാനാൻ ദേശത്ത് കാലുകുത്തുന്നത് എന്ന് നമുക്കറിയാം. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശരിക്കും ചരിത്രം പഠിക്കുമ്പോൾ 2 വലിയ സംഭവങ്ങൾ, അതായത് ഒന്ന് ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുന്നൊരു സംഭവം, ചെങ്കടൽ തീരത്ത് പോയി നിൽക്കുന്നതും ചെങ്കടൽ കടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. അതിനുശേഷം ഇസ്രായേൽ ജോർദാൻ നദിയുടെ തീരത്ത് പോയി നിൽക്കുന്നത്. അതാണ് ജോർദാൻ ഈ ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നദിയാണിത്. അപ്പോൾ അതിനിപ്പുറമാണ് മരുഭൂമി. അപ്പോൾ 40 വർഷം യാത്ര ചെയ്ത് ഇസ്രായേൽ ജനം പോയിട്ട് ജോർദാൻ്റെ തീരത്ത് പോയിട്ട് താമസം. പക്ഷേ ആ തൊട്ടക്കരെയാണ് അവർ കാണുന്ന, അവരാഗ്രഹിക്കുന്ന ജെറിക്കോയും ഇസ്രായേൽ പ്രദേശങ്ങളും ജെറുസലേമും എല്ലാം കിടക്കുന്നവിടെയാണ്. പക്ഷെ അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല, അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് അത് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ. കാരണം വെച്ചാൽ അവിടെ അവർക്ക് കാരണം പറയുന്നത് ഇസ്രായേൽ ജനത്തിൽ അശുദ്ധി ഉണ്ടായിരുന്നു. ശ്രമപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയാ. നിരവധിയായ പാപത്തിലാണ് അവരുടെ മനസ്സും ഹൃദയവും മുഴുകിയിരുന്നു. അന്യായ ലാഭത്തിൽ അവരുടെ മനസ്സ് മുഴുകിയിരുന്നു, പാപത്തിൽ അവരുടെ ഹൃദയം മുഴുകിയിരുന്നു. അതുകൊണ്ടാണ് ജോഷുവ ഇവിടെ ജോർദാൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ജോഷുവ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുന്നൊരു വചനമുണ്ട്. ജോഷുവയുടെ പുസ്തകം 3:5. ജോഷുവ ജനത്തോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമെങ്കിൽ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ അശുദ്ധി മാറണം. അശുദ്ധാത്മാക്കൾ വിട്ടുപോകണം. അശുദ്ധിയുടെ ആത്മാക്കൾക്ക് അവിടെ പ്രവേശിക്കാനാവില്ല. വ്യഭിചാരവും സ്വയംഭോഗവും സ്വവർഗരതികളും ബ്ലൂ ഫിലിമുകളും ഫോണോഗ്രാഫിയും അഹങ്കാരവും മദ്യപാനവും പുകവലിയും മയക്കുമരുന്നും വിദ്വേഷവും പകയും പ്രതികാര ചിന്തയും വെറുപ്പും അസൂയയും ആത്മീയ അഹങ്കാരവും അസൂയയും അതുപോലെ കുറ്റം പറ സ്വഭാവവും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന തിന്മകൾ, ഇതൊക്കെ നമ്മളിൽ വേര് പിടിച്ച് കിടന്നാൽ നമ്മുടെ ഹൃദയം അശുദ്ധമാണ്. അശുദ്ധമായ ഹൃദയങ്ങൾക്ക് ദൈവത്തോട് ചേർന്നിരിക്കാനാവില്ല, ദൈവസ്നേഹം അനുഭവിക്കാനാവില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അശുദ്ധിയും നീങ്ങിപ്പോകുവാൻ വേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. കരങ്ങളുയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കണം, ഉണർന്ന് പ്രാർത്ഥിക്കണം. സ്തുതിക്കുന്നു ഉച്ചത്തിൽ തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ.
കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ഒറ്റ വിളി കരമുയർത്തി ഈശോയേ, 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 എന്റെ ഈശോ, സർവശക്തനായ ദൈവമാണ്. കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ, ഒറ്റ വിളിച്ചോയേ, ട്യൂമറുകളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബുദ്ധിമാന്ദ്യം ബന്ധിക്കുന്നു, നിരാശ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു. മത്തായി 12:28-29 ബന്ധിച്ചിരിക്കുന്നു. ഈ സ്ഥലത്തുള്ള മുഴുവൻ അഭിഷിക്തര് എല്ലാ മക്കളെയും കർത്താവ് നിനക്ക് തരുന്ന കർത്താവ് സന്യസ്തരെ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ദൈവരാജ്യം മുഴുവൻ, ദൈവജനത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളും തരും. ദൈവമേ, അങ്ങയുടെ കരുണയുണ്ടാകണേ. കർത്താവ്, ഞാൻ പാപിയാണ്, അയോഗ്യനാണ്, അശക്തനാണ്. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണേ. ഈ സമയത്ത് അങ്ങയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, അങ്ങയുടെ നാമത്തിൽ സംസാരിക്കുന്നു. കർത്താവ്, അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ജനമേ 15-19 നിന്നുകൊണ്ട് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലാകും. എസെക്കിയേൽ 3:1-3 വരെയുള്ള വചനം, ആരെയും ഭയപ്പെടണ്ട. നിന്റെ നാവിൽ ഞാൻ വചനം തരുന്ന ഈ വചനം സ്വീകരിക്കുക, വചനം നീ ഭക്ഷിക്കുക. എസെക്കിയേൽ 3:17 നിന്റെ നാവിൽ എൻ്റെ വചനം ഞാൻ നിക്ഷേപിക്കുന്നു, ജനത്തെ അത് അറിയിക്കുക. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള മുഴുവൻ തിന്മയുടെ അരൂപികളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു, ദേശത്തിന്റെ കെട്ടഴിക്കുന്നു. വചനം കേൾക്കാൻ, സുവിശേഷത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളിലും തിന്മയുടെ ശുദ്ധരെ ബന്ധിക്കുന്നു. ഒറ്റ വിളി കരമെടുത്ത് ഈശോയേ, ഈശോ, ഈശോ, സ്നേഹിതൻ ദൈവം സ്തുതിക്കുന്ന ഹല്ലേലൂയ.